അങ്ങനെ അമ്മ ചിരിച്ച മുഖത്തോടു കൂടി ഇന്ന് ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കണം. എവിടേക്ക് പോകണമ്മ? തൃശ്ശൂർ എവിടേക്ക്? വടക്കുന്നാഥ ക്ഷേത്രം. പിന്നെ നമ്മുടെ അർജുൻ ബ്രോയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അർജുൻ ബ്രോൻ്റെ വീഡിയോ ഒക്കെ അർജുൻ ബ്രോൻ്റെ വ്ളോഗിൽ വരും അല്ലേ ദീപോ? അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് അത്തപ്പൂക്കളം കാണാൻ പോവാണ്. അതിനുശേഷം ഞങ്ങൾ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വാഗ്നറാണ് 0381. ഓക്കെ. അതിരാവിലെ ഈ കാറ്റൊക്കെ കൊണ്ട് വിൻഡോ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാന്ന് പറയണത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഊബറിൻ്റെ ഡ്രൈവറാണെങ്കിൽ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ പെട്ടെന്ന് തന്നെ എത്തി. പെട്ടെന്ന് അർജുൻ ബ്രോൻ്റെ ചിരി കേട്ടപ്പോഴേ ഇനി വിനീത് ശ്രീനിവാസൻ അങ്ങനെ ആവോ ഫ്രണ്ടിലിരിക്കണേന്ന് തോന്നി. നിങ്ങൾക്ക് തോന്നിയാ? അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ പാർക്കിംഗ് കോമ്പൗണ്ടിലെത്തി. ഒരു 1.5 മുഴം മതി അല്ല ദീപ? 2 എത്ര മുഴം? 50. കേട്ടെ പോട്ടെ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേളികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. അത്തപ്പൂക്കളത്തിൻ്റെ അവിടെ രാവിലെ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. സംഗതി പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. തീരുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആവുന്ന പറഞ്ഞേ. ഈ ഒരു പൂക്കളം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, എന്തിനു പറയണു, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു ഫാമിലി ഞങ്ങളെ വിളിച്ചത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ അഗേസി ചേച്ചിയും പിള്ളേരുമാണ്. എല്ലാരും വീഡിയോയിൽ ഞങ്ങൾ അത്തപ്പൂക്കളം പൂക്കളം ഇടാൻ ഇത്രയധികം ആൾക്കാരുണ്ട്. ഇനി ഞങ്ങളും കൂടി കണ്ടു നിൽക്കാതെ വിചാരിച്ചു. അതല്ലേ? ചേച്ചി ഇവിടെ നാട്ടിൽ സെറ്റിലായ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. സൈക്ലേഴ്സ്, മോർണിംഗ് വാക്കിന് പോണവർ, ഇത് ഷൂട്ട് ചെയ്യാൻ വന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, എന്നെപ്പോലെയും അർജുനെ പോലുള്ള വ്ളോഗേഴ്സ്, അങ്ങനെ പല രീതിയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പ് 1-2 ഫോട്ടോസും എടുത്തു. നീ ഇതിലുണ്ടോ? ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂറായി. ഇവരാണ് ശരിക്കും ഇത് കോർഡിനേറ്റ് ചെയ്യണ്ടാവും അല്ലേ? സായന സൗഹൃദ കൂട്ടായ്മ. അമ്മയുടെ കണ്ണോപ്പറേഷൻ്റെ സമയത്ത്, അതായത് ഒരു 3-4 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീ വല്ലഭ ഇഡ്ഡലി ഷോപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അന്ന് അവരുടെ കൂർക്കഞ്ചേരി ഔട്ട്ലെറ്റിൽ നിന്നാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവർ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വരുന്നത് ഇതാദ്യമായിട്ടാണ്. മുൻപ് നമ്മൾ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും ഇന്ന് എന്തായാലും വിശദമായിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാനാണ് പ്ലാൻ. ശ്രീ വല്ലഭ ഇഡ്ഡലി ഷോപ്പ് തമിഴ് റെസ്റ്റോറൻറ്റിലല്ലാണ്ട് കേരളത്തിൽ പൊതുവെ നല്ല ഇഡ്ഡലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിനൊരു അപവാദമാണ് ശ്രീ വല്ലഭ ഇഡ്ഡലി കഫേ. ഇവിടുത്തെ ഇഡ്ഡലി വിഭവങ്ങളൊക്കെ
അടിപൊളിയാണ്. കൂർക്കഞ്ചേരിയിലെ ഇവരുടെ ഷോപ്പ് വളരെ ചെറിയൊരു സ്പേസിലാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ഈ ഒരു ഔട്ട്ലെറ്റ് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേബിളിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. ഒരുപാട് വെറൈറ്റി ഇഡ്ഡലി വിഭവങ്ങളോടൊപ്പം ദോശ, മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, കൂടാണ്ട് പുട്ടും കടലയും പൂരിയും, അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റി ഐറ്റംസ് ഇവരുടെ മെനുവിലുണ്ട്. ഉച്ചയ്ക്ക് ഇവിടെ നല്ല അസൽ വാഴയിലുള്ള മീൽസ് കിട്ടും. വിത്ത് പായസം 90 രൂപയാണ് ചാർജ് ചെയ്യണേ. കൂർക്കഞ്ചേരി ഔട്ട്ലെറ്റിൽ നിന്ന് ഞാനും ദീപും ഇവരുടെ വാഴയില മീൽസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇന്നിപ്പോൾ ദീപ് ഒരു മസാല ദോശയും ഞാനൊരു ബട്ടർ പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുവന്ന് വെച്ചപ്പോൾ ചൂടുകൊണ്ടാണെന്ന് തോന്നുന്നു ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് സൈഡിലേക്ക് പോയി. ഞാൻ വിടുമോ? ആ ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്തിട്ട് വീണ് കിടക്കുന്ന ബട്ടറിനെ മേലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഒരു പീസ് കട്ട് ചെയ്ത് കഴിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഐശ്വര്യമായിട്ട് ബട്ടർ പൊടിയിലാണ് കഴിക്കട്ടെ. സാമ്പാർ ഇഡ്ഡലി. അർജുൻ ബ്രോ ആണ് സാമ്പാർ ഇഡ്ഡലി പറഞ്ഞിട്ടുള്ളത്. ദീപ് ഇവിടെ മസാല ദോശയിൽ നിന്ന് ഒരു പീസ് പൊട്ടിച്ച് ചട്നിയിൽ മുക്കി കഴിക്കുകയാണ്. ദോശയും ചട്നിയും ഉഗ്രനായിട്ടെന്നാണ് ദീപു പറയണേ. മസാല ദോശയിലെ മസാല ഇത്തിരി ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ദീപു അത് ലാസ്റ്റേ കഴിക്കുള്ളൂ. മസാല ലാസ്റ്റേ കഴിക്കുള്ളൂ ദീപു, അത് പ്രശ്നം. ദീപ ഒന്നും തോന്നല്ലേ, മാമനോടൊന്നും തോന്നല്ലേ? ഓ അല്ല കഴിച്ചു മസാല നെയ് റോസ്റ്റ് ബ്ലോഗറുടെ അഭിപ്രായം നമ്മൾ അറിയാൻ പോകും. മസാലയൊക്കെ ഒരു അല്ലേ പെർഫെക്റ്റ് അല്ലേ? അമ്മോടൊന്നും കഴിച്ചില്ലേ മസാല? അല്ലേ അല്ലേ? ഈ അടുത്ത കാലത്ത് കഴിച്ചില്ലേ അല്ലേ? എങ്ങനെയമ്മ? സൂപ്പറായിട്ടില്ലേ? കുറേശ്ശെ ദാനം ചെയ്തതിന് ശേഷം ദീപു തൻ്റെ മസാല ദോശ തിരിച്ചെടുത്തു. അപ്പോഴേക്കും അർജുൻ ബ്രോൻ്റെ സാമ്പാർ ഇഡ്ഡലി എത്തിയിട്ടാ. കുറേ മിനി ഇഡ്ഡലീസ് ഇങ്ങനെ സാമ്പാറിൽ മുങ്ങിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണിത്. അർജുൻ ബ്രോ കാര്യമായിട്ടുള്ള ഷൂട്ടിലായതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇഡ്ഡലി എടുക്കാനുള്ള വഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബട്ടർ പൊടി ഇഡ്ഡലിക്ക് അങ്ങോട്ട് തിരിഞ്ഞു. ലേശം മുളക് ചമ്മന്തി കൂട്ടി കഴിച്ചപ്പോൾ എൻ്റെ കിളി അങ്ങോട്ട് പാറി. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല ബട്ടർ പൊടി ഇഡ്ഡലി. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് ദീപുവിനൊരു ഇത്തിരി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവളും ഇത്തിരി ബട്ടർ പൊടി ഇഡ്ഡലി കഴിച്ചു നോക്കി. ഇഡ്ഡലി ഒട്ടും ഇഷ്ടമില്ലാത്ത ദീപുവിന് വരെ ബട്ടർ പൊടി ഇഡ്ഡലി വളരെ ഇഷ്ടമായി. അമ്മയും ഞാനും ബട്ടർ പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞത്. കുറച്ച് അർജുൻ ബ്രോയ്ക്കും കൊടുത്തു. അർജുനും ഇവിടുത്തെ ബട്ടർ പൊടി ഇഡ്ഡലി വളരെ ഇഷ്ടമായി. സാമ്പാറിൽ മുങ്ങിത്തപ്പി ഒരു കഷ്ണം ഇഡ്ഡലി ആയിട്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി സാമ്പാർ അല്ലേ? ഇവിടുത്തെ ഒരു സാമ്പാർ എന്ന് പറയുന്നത് ചെറിയൊരു തമിഴ് സ്റ്റൈലാണ്. എനിക്കും ദീപുവിനും അത് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ സാമ്പാർ ഇഡ്ഡലി കഴിക്കുന്ന ഗ്യാപ്പിൽ അർജുൻ ബ്രോ ബട്ടർ പൊടി ഇഡ്ഡലി വളരെ ആസ്വദിച്ച് കഴിക്കായിരുന്നു. അടിപൊളിയായിട്ടല്ലേ? ഇതൊരു ടെസ്റ്റ് വടയാണ്. വട ഇഷ്ടമെങ്കിൽ മാത്രം അടുത്ത വട പറയാനുള്ള ഒരു ടെസ്റ്റ് ഉഴുന്നുവട. ആദ്യത്തെ വട ഉഴുന്നുവട പ്രേമിയായിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് കൊടുത്തു. അമ്മയ്ക്ക് വട വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. അതിൻ്റെ ഇടയിൽ 2 പൂരി എത്തി. പൂരിയുടെ കൂടെയുള്ള ആ ഒരു ബാജിയുടെ കളറും ആ ഒരു പാത്രം വരെ എനിക്കിഷ്ടമായി. പക്ഷെ നമ്മുടെ ഫോക്കസ് ഉഴുന്നുവടയിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടാ. പൊന്തി നിൽക്കണ വട ഞാൻ എടുക്കും. ഇങ്ങനെ മോനൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, കുറച്ചും കൂടി ഇഷ്ടമായി. അങ്ങനെ സൂപ്പർ വട അല്ലേ അല്ലേ? ഓ എന്താ ഒരു ക്രിസ്പിനെസ്! ഇത്രയും സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു വട അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. വട കഴിഞ്ഞ് അർജുൻ ബ്രോയും ദീപും ഓരോ പൂരി ട്രൈ ചെയ്യായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പുട്ടും കടലയും എത്തി.
ഇവിടുത്തെ കടലക്കറി എന്ന് പറയുന്നത് കുറച്ചധികം ഗ്രേവിയുള്ള കറിയാണ്. പക്ഷേ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. അമ്മയ്ക്കും അർജുനും ഓരോ കഷ്ണം പുട്ടങ്ങോട്ട് ഷെയർ ചെയ്തു. എന്നിട്ട് ഒരു പീസ് പൂരി ദീപുവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്തു. കിട്ടില്ല മസാല, അതായത് എല്ലാത്തിനും ഒരു പ്രത്യേക സ്പെഷ്യൽ ഫ്ലേവറുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ഫ്ലേവറാണ്, പക്ഷെ കിടിലൻ ടേസ്റ്റ്. അർജുൻ ബ്രോ സ്വന്തം വ്ളോഗിൻ്റെ ഷൂട്ടിലായതുകൊണ്ട് അധികം എക്സ്പ്രഷൻ അങ്ങോട്ട് തരുന്നില്ല. ദീപമാണെങ്കിൽ മസാലക്കറി കൂട്ടാണ്ട് പൂരി മാത്രമായിട്ട് കഴിക്കണേ. ഞാൻ നിർബന്ധിച്ചപ്പോഴും ആൾ കഴിക്കാൻ കൂട്ടാക്കില്ല. അവസാനം ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. അപ്പോഴോ നല്ല ഇഷ്ടാവുകയും ചെയ്തു. അർജുൻ ബ്രോ ഇവിടെ പുട്ടടിക്കാനും അത് വ്ളോഗ് എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എനിക്ക് പുട്ട് കഴിക്കുമ്പോൾ കടലിങ്ങനെ മേലക്കൂടെ ചൊരിയണതാണ് ഇഷ്ടം. എന്നിട്ട് സാവധാനം ആ സോഫ്റ്റ് പുട്ട് ചാറും കൂട്ടി അവിടെ കുഴയ്ക്കണം. ഗ്രേവിയുടെ ഓരോ അംശവും പുട്ടിൻ്റെ ഓരോ തരിയിലേക്ക് കണ്ട് ലയിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. ഞാൻ പറഞ്ഞത് വീട്ടിലുണ്ടാക്കണത് അതിനേക്കാളും സൂപ്പറാണ്. പൊട്ടിട്ടില്ലാത്ത ദീപ് 2 പിടി കഴിച്ചു. ഓരോ ഐറ്റംസും ഇവരുടെ ഒരു തനത് ടേസ്റ്റ് മാത്രമല്ല, കിട്ടില്ല ഒന്നും പറയാനില്ല. നമ്മുടെ പുതിയ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ശ്രീവല്ലഭ. ഇനി ഇവിടുത്തെ ഊണൊന്ന് കഴിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിക്കണമെന്നാണ്. നോക്കട്ടെ. അപ്പോൾ അർജുൻ ബ്രോയ്ക്ക് ഒരു സിംഗിൾ പുട്ട് കൂടി വേണമെന്ന് പറഞ്ഞു. കടലക്കറി ബാക്കിയുണ്ട്, പ്ലസ് പുട്ടടിച്ചിട്ടുള്ള കൊതി തീർന്നില്ല. ഈ 2 ദിവസം കൊണ്ടേ വെയിറ്റ് എന്തായാലും കൂടും. ഇനിയിപ്പോൾ കഴിഞ്ഞാൽ അവിടെ പോയി സദ്യയുണ്ടോ? ഇതാണ് അർജുൻ ബ്രോയുടെ നാച്ചുറൽ തീറ്റ. ചേട്ടനെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നല്ലൊരു എക്സ്പെക്റ്റേഷനോടുകൂടി വന്ന് മെയിനായിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇഡ്ഡലി മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുട്ടും കടലും, പിന്നെ നമ്മുടെ പൂരി, ഉഴുന്നുവട. എന്തായാലും അടിപൊളി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. ബില്ലിൻ്റെ ഡീറ്റെയിൽസും അത് കൂടാണ്ട് ലൊക്കേഷനും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങാൻ നേരത്താണ് കൂർക്കഞ്ചേരി വെച്ച് പരിചയമുള്ള ഇവരുടെ വളരെ പ്രധാനപ്പെട്ട സ്റ്റാഫായിട്ടുള്ള ചേച്ചീനെ കണ്ടത്. ഞങ്ങൾ ആലോചിച്ച് ചേച്ചീനെ, പക്ഷെ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി ഇത് വേറെ ആവോ. അതേ തന്നെയല്ലേ, അതേ ടേസ്റ്റ് തന്നെ. ഞങ്ങള് അത്തപ്പൂക്കളം കാണാൻ വന്നാ. അപ്പൊ കണ്ടിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ തിരിച്ചു വീണ്ടും പോവാൻ അങ്ങോട്ട് തന്നെ. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോണതിന് മുമ്പ് തിരുവമ്പാടി അമ്പലത്തിൽ ഒന്ന് കയറി തൊഴാന്ന് വിചാരിച്ചു. ഇന്ന് അത്തായതുകൊണ്ട് ഇവിടെയും എന്തൊക്കെയോ വിശേഷാൽ ചടങ്ങുകളുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് തിരുവമ്പാടി അമ്പലത്തിൽ കയറി തൊഴണേ. നല്ല ചൈതന്യമുള്ളൊരു ക്ഷേത്രം. തൊഴുതപ്പോൾ തന്നെ മനസ്സിന് കുറച്ചുകൂടെ ഒരു സമാധാന ശാന്തി കൈവന്ന പോലെ. തിരിച്ചു വടക്കുന്നതിൻ്റെ അവിടേക്ക് തിങ്ങിഞ്ഞെരുങ്ങി ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. ദീപു ആണെങ്കിലോ എൻ്റെ മടിയിലും. അർജുൻ അത് കണ്ട് ചിരിക്കായിരുന്നു. ഈ പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥയിലാണ് ഞാൻ. തെക്കേ നാടെല്ലാം എൻ്റെ പ്രസവം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലേക്ക് എത്തി. പൂക്കളത്തിൻ്റെ ചുറ്റും ഇപ്പം തന്നെ നല്ല തിരക്കുള്ളതായിട്ട് കാണാം.
2008 ഇങ്ങനെ വടക്കുന്നാഥൻ്റെ തെക്കേ നടയിൽ ഇത്തരത്തിലൊരു അത്തപ്പൂക്കളം ഒരുക്കുന്നത് തുടങ്ങിയത്. ഇപ്പോൾ 18 വർഷമായിട്ട് ഇത് മുടങ്ങാതെ നടക്കുന്നുണ്ട്. അങ്ങനെ തിരക്കിനിടയിലൂടെ ആൾക്കാരെ ചകഞ്ഞ് മാറ്റി അവസാനം ഞങ്ങൾ പൂക്കളത്തിൻ്റെ അടുത്തെത്തി. എന്തൊരു മനോഹരമായിട്ടുള്ള പൂക്കളാണല്ലേ. ഈയൊരു പൂക്കളം ഒരുക്കിയ സായാഹ്ന സൗഹൃദവേദി കൂട്ടായ്മയ്ക്ക് വലിയൊരു അഭിനന്ദനം പറയാതെ വയ്യ. 2000 കിലോ പൂക്കൾ കൊണ്ടാണത്രേ ഈ ഒരു വിസ്മയം ഇവരിവിടെ തീർത്തിട്ടുള്ളത്. അതിരാവിലെ തന്നെ ഒരുപാട് പേര് വന്ന് അവരുടെ കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ചാണ് ഈ മനോഹരമായിട്ടുള്ള അത്തപ്പൂക്കളം അവരൊരുക്കിയത്. അങ്ങനെ അത്തപ്പൂക്കളൊക്കെ കണ്ട് ശ്രീവല്ലഭേന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് അർജുൻ ബ്രോയ്ക്കുള്ള ബസ്. അങ്ങോട്ടേക്കുള്ള ഓട്ടോ കയറാനുള്ള തിരക്കിലാണ് അർജുൻ ബ്രോ. അർജുൻ ബ്രോ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ വിശദമായിട്ട് അർജുൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. അർജുനോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് വിട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബായ്. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴു